Hi all, welcome to Entry Banking Malayalam YouTube channel. ഞാൻ വൈശാഖ് മാധവൻ. IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും അപ്ലൈയും ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവർ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കാൻ പാടില്ല. ഇനി നമുക്ക് അതിന്റെ സിലബസ് എന്താണെന്ന് നോക്കിയാലോ. അല്ലേ, എല്ലായ്പ്പോഴും നമ്മൾ പാറ്റേണിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് QA ഉണ്ട്, റീസണിങ് ഉണ്ട്, അതേപോലെ ജനറൽ അവയർനെസ് പഠിക്കണം, കമ്പ്യൂട്ടർ പഠിക്കണം, പിന്നെ എന്ത് പറയും നമ്മൾ റീസണിങ് പഠിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് മാധവൻ. ഓക്കെ, അപ്പൊ ഈ സിലബസ് എല്ലാം ഇൻക്ലൂഡഡ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി സിലബസ് എല്ലാം ഫുൾ സിലബസും ഇൻക്ലൂഡ് ചെയ്ത്, അതേപോലെ മോക്ക് ടെസ്റ്റുകളും അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നിങ്ങളുടെ വീക്ക്നെസ്സും അതേപോലെ നിങ്ങളുടെ സ്പീഡ് മാക്രൂസി എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇന്റർവ്യൂ ട്രെയിനിങ്ങും അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനും അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ടോടും കൂടിയിട്ടുള്ള നമ്മളുടെ 2024 ബാങ്ക് ഗോൾഡ് ബാച്ച് റെഡിയാണ്. ഓൾറെഡി ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, പുതിയ ബാച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചിനെ കുറിച്ച് അറിയാനും അതിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കാനും ഈ കാണുന്ന നമ്പറാണ് കോണ്ടാക്ട് ചെയ്യാനുള്ളത്. ഏതാണ് നമ്പർ? 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാനായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് ടീം റെഡിയാ. അപ്പോൾ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. IBPS ക്ലർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചും കഴിഞ്ഞ കൊല്ലം നമുക്ക് ഏകദേശം 250-ലേറെ റിസൾട്ട് ഉണ്ട്. ആ ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ നമ്മളുടെ ബാച്ചിനെ കുറിച്ച് അറിയാനും ഞാൻ നേരത്തെ പറഞ്ഞ 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടും. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ജനറൽ അവയർനെസ് GA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ജൂലൈ മാസത്തെ മന്ത്ലി മാഗസിനും എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റ് കിടക്കുന്നു 21/7/2024. മറക്കണ്ട, 21/7/2024 എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്. അവിടെ കൊണ്ട് എത്തിക്കാതെ എത്രയും പെട്ടെന്ന് വേഗം തന്നെ അപ്ലൈ ചെയ്തോ. സമയം കളയണ്ട. ആഗസ്റ്റ് 2024 അല്ലേ, ആഗസ്റ്റ് 2024 നമ്മളുടെ എന്ത് നടക്കുന്നത്? പ്രിലിംസ് നടക്കുന്നത്. അതേപോലെ ഒക്ടോബർ 2024 2024 നമ്മളുടെ മെയിൻസ് നടക്കുന്നത്. അപ്പോൾ സമയമൊക്കെ വളരെ കുറവാണ്. കാര്യങ്ങളൊക്കെ വേഗം തന്നെ പഠിച്ചു തീർക്കണം. ജസ്റ്റ് നമ്മളുടെ എക്സാമിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിലിമിനറി എക്സാമും മെയിൻസും ഉണ്ടല്ലേ. പ്രിലിംസിനുള്ളത് ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് അല്ലേ. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അതേപോലെ റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, QA 35 അതായത് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ്. എല്ലാത്തിനും 20 മിനിറ്റ് വെച്ചാണ് ഇൻഡിവിജ്വൽ ടൈം. 1 മണിക്കൂർ. ഓക്കെ, 1 മണിക്കൂറാണ് എന്ത് വരുന്നത്? 1 hour ആണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻഡിവിജ്വൽ ടൈം അടക്കം ടോട്ടൽ അല്ലേ. ടോട്ടൽ 1 മണിക്കൂറാണ്. 20 മിനിറ്റ് ഇംഗ്ലീഷിനും 20 മിനിറ്റ് ന്യൂമറിക്കൽ എബിലിറ്റിക്കും 20 മിനിറ്റ് എന്തിനാണ്? നമ്മളുടെ റീസണിങ്ങിനടക്കം ടോട്ടൽ 1 hour ആണ്. 60 മിനിറ്റ്സ് ആണ് നമ്മളുടെ ടോട്ടൽ ടൈം വരുന്നത്. 1 hour. ക്ലിയർ? മെയിൻസിലേക്ക് വരുമ്പോൾ ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സും കൂടി വരുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാത്തിനും ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മളുടെ ആദ്യത്തെ GAക്കും ഇംഗ്ലീഷിന് 35 മിനിറ്റ് ആണ്. റീസണിങ്ങിനും QAക്കും 45 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വ്യത്യാസമുണ്ട്. GA 50 മാർക്ക് 50 ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക് ഉണ്ട് നമുക്ക്. QA 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് തന്നെയാണ്. ഇൻഡിവിജ്വൽ ടൈമിൻ്റെ കേസും ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് നോക്കാം. ഇംഗ്ലീഷിൽ വൊക്കാബുലറി, ഗ്രാമർ, റീഡിംഗ് കോംപ്രഹെൻഷൻ ഇങ്ങനെയാണ് നമ്മളുടെ വരുന്നത്. വൊക്കാബുലറിയിൽ നിങ്ങൾക്കറിയാം ഹോമോണിംസ്, ആൻറ്റോണിംസ്, സിനോണിംസ്, വേർഡ് ഫോർമേഷൻ, സ്പെല്ലിംഗ് ഈ കാര്യങ്ങളാണ് നമ്മളുടെ വൊക്കാബുലറിയിൽ വരുന്നത്. ഗ്രാമറിൽ എന്തൊക്കെയുണ്ട്? സ്പോട്ടിംഗ് എറേഴ്സ്, ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, ദെൻ റീഡിംഗ് കോംപ്രഹെൻഷനിലോ
തീം ഡിറ്റക്ഷൻ, പാസേജ് കംപ്ലീഷൻ, ടോപ്പിക് റീഅറേഞ്ച്മെന്റ് ഓഫ് പാസേജ്, ഡിറൈവിംഗ് കൺക്ലൂഷൻ. ഒരു സിലബസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്കുണ്ടാവും. റീസണിങ് അല്ലേ, കുറച്ചധികം കാര്യങ്ങളുണ്ട് റീസണിങ്ങിൽ. അതേപോലെ എന്താണ് വെർബൽ റീസണിങ്ങിലാണ് അനോളജി, ക്ലാസിഫിക്കേഷൻ, വേർഡ് ഫോർമേഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ്, അതേപോലത്തെ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റീസണിങ്ങിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ സിമ്പിൾ ആണല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ പഠിക്കാനുണ്ടെങ്കിലും എന്താണ് വളരെ ഈസിയാണ്. നോൺ വെർബൽ റീസണിങ്ങിൽ വരുന്നതാണ് സീരീസ് ടെസ്റ്റ്, ഓഡ് ഫിഗർ ഔട്ട്, അനോളജി, മിസ്ലേനിയസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പസിൽസ് കാര്യങ്ങളൊക്കെയാണ്, കോഡിങ്, ഡീകോഡിങ്, സിലോജിസം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരാണെങ്കിൽ അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. അതേപോലെ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ എല്ലാ കാര്യങ്ങളും ദാ ഇവിടെയുണ്ട്. ഓക്കെ, പാർട്ണർഷിപ്പ്, ഏജ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസ്ട്രുവേഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ആൾക്കാർ ഈ പറയുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും റീസണിങ്ങിൻ്റെയും ഈ പറഞ്ഞ പോലെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് ഒന്ന് ബ്രീഫായിട്ട് നോക്കി. ഇനി നമുക്ക് എന്താണ് വരുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല അല്ലേ. കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ വിൻഡോസ് സിസ്റ്റം, അതേപോലെ നമ്മളുടെ MS ഓഫീസ്, പിന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി, അതേപോലത്തെ ഡാറ്റാബേസ് കാര്യങ്ങൾ, അബ്രിവേഷൻസ്, ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളും, നെറ്റ്വർക്ക്സ്, അതേപോലത്തെ ഒരു നമ്മളെന്താണ് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള കാര്യങ്ങൾ വൺസ് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചു വെക്കുക. ചിലപ്പോൾ എല്ലാ എക്സാമിനും കമ്പ്യൂട്ടർ ചോദിക്കണമെന്നില്ല. ചോദിക്കുന്ന എക്സാമിലേക്ക് അവസാനത്തെ മെയിൻസിന് ഒരു 2 ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ നിങ്ങൾ വൺസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളുടെ മെയിൻസിന് റാങ്ക് മേക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്, GA. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്തൊക്കെയാണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ് ഓഫ് ലാസ്റ്റ് 6 months ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് എന്തായാലും വേണം. ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, ബാങ്ക് എക്സാംസ് ആണ് എഴുതുന്നത്, സോ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ധാരണയും വേണം കറണ്ട് അഫയേഴ്സ് കേട്ടോ, 6 മാസത്തെ. റീസെന്റ് ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസീസ് ഇമ്പോർട്ടൻ്റാ, അതിനെക്കുറിച്ചുള്ള ധാരണയും നിങ്ങൾക്ക് വേണം. അതാണ് കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. പിന്നെന്താണ് ബാങ്കിങ് റിലേറ്റഡ്, ഇൻട്രൊഡക്ഷൻ ടു നാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് RBI, SEBI, IRDA, FSDC, etc. ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് IMF, വേൾഡ് ബാങ്ക്, ADB, UN, etc. അതായത് ഈ ഓർഗനൈസേഷനിലൊക്കെ എന്തൊക്കെയാണ് കറണ്ടായിട്ട് ഈ 6 മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ളതെന്ന് എന്തായാലും ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് വേണം. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അബ്രിവിയേഷൻസ് ആൻഡ് എക്കണോമിക് ടെർമിനോളജീസ്, ബാങ്കിങ് ടേംസ്, ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് സ്കീംസ് ഓൺ ക്യാപിറ്റൽ മണി മാർക്കറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്തിൽ കറണ്ട് അഫയേഴ്സും ബാങ്കിങ്ങിലും പഠിക്കണം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും ബാങ്കിങ്ങും നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു പോകുമ്പോൾ പേപ്പർ വായിക്കുമ്പോഴായാലും മെറ്റീരിയൽസ് റിസർച്ച് ചെയ്യുമ്പോഴായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കണ്ണ് വേണം, എപ്പോഴും എന്തായാലും അത് നോക്കണം. പിന്നെ നമ്മളുടെ നാഷണലായിട്ട് നടന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. എല്ലാത്തിനെക്കുറിച്ചും ഒരു ഐഡിയ വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും QA ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും കമ്പ്യൂട്ടർ ആയാലും നമ്മളുടെ കോഴ്സുകളിലെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിലബസിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇനി പ്രിലിംസിന് 1 month നമ്മളുടെ മുന്നിലുള്ളൂ എന്നുണ്ടെങ്കിൽ, ക്ലർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, 1 മാസമല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് വൈഡായിട്ട് പഠിക്കാതെ, കാരണം നമുക്ക് ഈ 1 മാസം കൊണ്ട് ചിലപ്പോൾ എല്ലാം കൂടിയും ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഫോക്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി, അതേപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന എന്ത് ചെയ്യാം അരിത്തമെറ്റിക് പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. അതല്ലാതെ എല്ലാ സിലബസും നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റില്ല, ഇത്ര സമയം നിങ്ങളുടെ മുന്നിൽ കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രിലിംസ് എന്തായാലും ക്രാക്ക് ചെയ്താൽ മെയിൻസിന് കുറച്ചധികം ടൈം ഉണ്ട്.
അപ്പോൾ പ്രിലിംസ് ക്ലിയർ ആവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. അതേപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക? ഫോക്കസ്ഡ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ കാര്യവും കഴിഞ്ഞു. മെയിൻസിനും വരുന്ന സിലബസ് ഒന്ന് റെഫർ ചെയ്തു. ഇനി LPT വരുന്നുണ്ട്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, LPT. അപ്പോൾ ഇത് നിങ്ങൾ കേരളത്തിലാണെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. തമിഴ്നാട്ടിലാണ് വെക്കണമെങ്കിൽ തമിഴ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. കർണാടകയിലാണെങ്കിൽ കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. അപ്പോൾ അതാണ് അതിൻ്റെ സിലബസ്. അതെന്തായാലും അറിയണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ വേറെ സ്റ്റേറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? സിലബസ് വരുന്നത്. അപ്പോൾ ഈ സിലബസ് ബേസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ഒരു 10-15 ബുക്ക് നിങ്ങൾ മേടിച്ച് വെച്ച് അത് മൊത്തം പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ്? സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കും വേണം, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വേണം? സ്മാർട്ട് വർക്കും വേണം. എന്താണ് എക്സാമിന് ചോദിക്കുന്നത്? എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എക്സാമിന് വേണ്ട കാര്യങ്ങളും കറക്റ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് നമ്മളുടെ SSC, അതേപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, RRB, ബാങ്ക്, ഈ 3 എക്സാമുകൾക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച് നമ്മളുടെ എൻട്രിയിൽ റൺ ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ബാച്ചുകളും ഞാൻ ഈ പറഞ്ഞ 1 ഇയർ കോഴ്സാണ്. നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. അതേപോലെ നമ്മളുടെ വീക്കർ ഏരിയ ഫോക്കസ്, സ്പീഡ് പ്ലസ് പ്രാക്ടീസ്, അതേപോലെ നമ്മളുടെ ബാങ്ക് എക്സാംസിന് വരുന്ന ഇൻ്റർവ്യൂ കോച്ചിങ് അടക്കം ഈ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സുകൾക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്? വിഷ്വലൈസ്ഡ് ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. കണ്ടുപഠിക്കാൻ നമുക്ക്. അതേപോലെ 1-to-1 സെക്ഷൻസ് അവൈലബിൾ ആണ്. പ്രീമിയം ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡ്യുവൽ മെൻറ്റർഷിപ്പും ഈ ബാച്ചിൻ്റെ ബെനിഫിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഫുൾ മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ സ്റ്റഡി കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഈ ബാച്ചിനെ കുറിച്ച് അറിയാനും നേരത്തെ പറഞ്ഞ ഗോൾഡ് ബാച്ചിനെ കുറിച്ചും നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനൊക്കെ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് എന്താണ് പഠിക്കേണ്ടത്? ജസ്റ്റ് ഒരു സിലബസ്. ഭൂരിഭാഗം പേർക്കും 99% ആൾക്കാർക്കും അറിയാം എന്താണ് പഠിക്കേണ്ടതെന്ന്, എന്താണ് നമ്മുടെ സിലബസ് എന്നും. ജസ്റ്റ് ഒരു ഐഡിയ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, ഇത്രയ്ക്കും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിനിടയിലും നിങ്ങൾക്ക് എന്തുണ്ടാവും? സബ്പാർട്ടുകളായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ബേസ് ചെയ്ത് പഠിക്കുക, തറവായിട്ട് പഠിക്കുക. നമ്മളുടെ മുന്നിൽ ടൈം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി എന്തിന്? ക്ലർക്കൽ IBPS ക്ലർക്ക് പ്രിലിമിനറി എക്സാമിന്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.